ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യൽ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തണ്ണിമത്തൻ കൊണ്ടൊരു നല്ലൊരു ബർഫിയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തണ്ണിമത്തൻ ജ്യൂസ് 3 കപ്പ്, കോൺഫ്ലവർ 3/4 കപ്പ്, ഷുഗർ 1 കപ്പ്, 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഞാൻ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലോട്ട് തണ്ണിമത്തൻ ജ്യൂസ് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം. അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ചൂടായിട്ടുണ്ട്. ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് ലൂസാക്കി എടുക്കണം. ഈ ജ്യൂസ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ല രീതിയിൽ മിക്സ് ആക്കണം. കൈയെടുക്കാതെ തന്നെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നല്ലതായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കുക. ലോ ഫ്ലെയിമിലും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാനിൽ നിന്ന് വിട്ട് വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിതിൽ ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ട് കൊടുക്കണം. ഞാനിതിൻ്റെ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല പരുവം. നമുക്ക് കുറച്ചുകൂടി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ജെല്ലി പരുവമായതേ ഉള്ളൂ. കുറച്ചുകൂടി നമുക്ക് ആവാനുണ്ട്. ഞാൻ അവസാനം ഇരുന്ന നെയ്യും ഇതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ബർഫി ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആകുമ്പോൾ തണ്ണിമത്തൻ സുലഭമാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതേപോലെ ചിലവും കുറവാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ മിക്സിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് മിക്സ് മാറ്റാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് സെറ്റായതിന് ശേഷം നമുക്ക് ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എനിക്ക് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ഈ കുടംപുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.